ഒരു കല്യാണ സദസ്സിൽ നമ്മൾ എന്തൊക്കെ തെമ്മാടിത്തരങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത്. അവർ മുസ്ലിമീങ്ങളാണ്. ആ സദസ്സിലാണ് ആലിമീങ്ങൾ പണ്ഡിതന്മാര് വന്നിരുന്ന് നിക്കാഹ് നടത്തി കൊടുക്കുന്നത്. അള്ളാഹുവിന്റെ നാമം ചൊല്ലി നിക്കാഹ് നടത്തപ്പെട്ട് ഫാത്തിഹ ഓതി ദുആ ചെയ്യുന്ന ആ മഹനീയമായ സദസ്സില് ആ പണ്ഡിതന്മാരൊന്നും അവിടെ നിന്ന് മാറിപ്പോകുമ്പോൾ തെമ്മാടിത്തരങ്ങളല്ലേ അവിടെ കാട്ടിക്കൂട്ടുന്നത്. അത് എത്ര ദുർജയമാണ്, എത്ര അഹങ്കാരമാണ്. അള്ളാഹ്ക്ക് നിരക്കാത്തതും പൊറുക്കാത്തതുമായ പ്രവൃത്തിയല്ലേ. എങ്ങനെയാണ് അള്ളാഹു നമ്മെ പരീക്ഷിക്കാതിരിക്കുക? ചിന്തിക്ക്. അതാണ് ഈ ദുആ. വൈസ്റാഫനാ ഫീ അംരിനാ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനാവശ്യങ്ങൾ, അനർത്ഥങ്ങൾ കടന്നുകൂടി. ഒരുപാട് ഇല്ലേ? എല്ലാവരും ഇഷ്ടപ്പെടില്ലേ? വീടൊക്കെ വെക്കുമ്പോ ആവശ്യമായ വീടല്ല, അനാവശ്യമായ വീടാണ്. ആവശ്യമായ വീടിന് ആവശ്യമായ മുറികൾ. നിനക്ക് 10 മുറി വേണമെങ്കിൽ നീ വെച്ചോ. പക്ഷേ ആവശ്യമില്ലാത്ത കൊത്തുപണികളും ആഡംബരങ്ങളും കൊണ്ട് തന്റെ വീടുകളെ അലങ്കരിക്കാൻ വേണ്ടി ലക്ഷങ്ങളല്ലേ പൊടിപൊടിക്കുന്നത്. ഇസ്റാഫാണ്. നിക്കാഹിന്റെ വേളയിൽ ആവശ്യമായ ഭക്ഷണം കൊടുക്കണേ, പക്ഷെ അതിനു പകരം അനാവശ്യമായ ഭക്ഷണം വിളമ്പുകയല്ലേ. ബിരിയാണിയുടെയും ചിക്കൻ റോസ്റ്റിന്റെയും മുകളിലൂടെയല്ലേ കുട്ടികളെ പന്ത് കളിക്കുന്നത്. എത്രയെത്ര ഐസ്ക്രീമാണ് നിരന്നു കിടക്കുന്നത്. എത്രയെത്ര കുപ്പിവെള്ളങ്ങളാണ് വേസ്റ്റ് ആയിട്ട് കിടക്കുന്നത്. അതിന്റെ മുകളിലൂടെ ചവിട്ടിക്കൊണ്ടാണ് കല്യാണത്തിന് വരുന്നവരും പോകുന്നവരും എല്ലാം നടക്കുന്നതെങ്കിൽ ഓർക്കണേ, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ നാളെ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത ഒരു ദിവസം ഉണ്ടാകും. ഓർക്കണേ, വെള്ളം കല്യാണ വീടുകളിലൊക്കെ എത്ര വേസ്റ്റുകളാണ്. തിന്നാനും കുടിക്കാനില്ല, പക്ഷെ എത്ര വേസ്റ്റുകൾ വിടുവോ? അതാണ് ഈ ദുആ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ഇസ്റാഫുകൾ നീ ഞങ്ങൾക്ക് പുറത്തു താ. അതുകൊണ്ടാണ് നിന്റെ ഭാഗത്തു നിന്ന് അടി കിട്ടുന്നതെന്ന് ഞങ്ങൾക്കറിയാം. വെറുതെ അല്ല അടി കിട്ടുന്നത്. അടി കിട്ടുന്ന വെറുതെ അല്ല, അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള ഇടി നമുക്ക് വരാനുള്ള കാരണം ഇത് തന്നെയാണ്. മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ആഡംബരം മുസ്ലിങ്ങളാണ്. ചേട്ടന്മാരെന്ന് പറഞ്ഞിട്ട് ഈ ഉത്തരേന്ത്യയിലൊക്കെ ഒരുപാട് ഹിന്ദിക്കാരൊക്കെ ഉണ്ടല്ലോ. അവർക്ക് ഇഷ്ടം പോലെ പണമുണ്ട്, ഇഷ്ടം പോലെ പണമുണ്ട്. അവരിരിക്കുന്ന പണം. ചേട്ടന്മാരെന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഈ കച്ചവടത്തിനൊക്കെ പോകുമ്പോൾ ഇവിടെ വലിയ തുണി എടുക്കാനും മിഠായി എടുക്കാനും ചെരുപ്പ് എടുക്കാനും ബാഗ് എടുക്കാനും ഒക്കെ ഇവിടുന്ന് ബോംബെയിലും ഗുജറാത്തിലും നിങ്ങൾ യുപിയിലൊക്കെ പോകുന്നില്ലേ, അവിടെ ഇരിക്കുന്ന ചെറിയൊരു പെട്ടിക്കടയാണ്. അവ ഇരിക്കുന്ന സാധനത്തിന്റെ അടിയില്ല അവന്റെ പൈസ മൊത്തം, നോട്ട് കെട്ടുകളാണ് മൊത്തം ഇരിക്കുന്നത്. വീട്ടിലും ഇതേപോലെ ഒരു ചെറിയൊരു ബക്കറ്റി കൊണ്ടോടെ സൂക്ഷിച്ചു വെച്ചു. ആകെപ്പാട് 2 മുറി കാണും. എല്ലാം അതിനകത്ത് കോടികൾ അവർക്കുണ്ട്. നമുക്ക് പൈസ ഒന്നുമില്ല, കോടികൾ നമുക്കുണ്ട്. എല്ലാം ബാങ്കിലാ. കോടികൾ എടുത്തിട്ട് നമ്മൾ എങ്ങനെ ആഡംബരങ്ങൾ കാണിച്ചു. നബിയുനാ റസൂലുള്ളാഹി തആല പറഞ്ഞ ഒരു ഹദീസ് നിങ്ങൾക്ക് സാന്ദർഭികവശാൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇദാ ബഗൽ മുസ്ലിമൂന ഉലമാഅഹും. മുസ്ലിമീങ്ങൾ ഉലമാക്കളോട് വിരോധം വെച്ചു പുലർത്തുന്ന ഒരു കാലം വന്നാൽ, ഈ സത്യാവസ്ഥ ജനങ്ങളുടെ മുന്നിൽ പറയുമ്പോൾ ഉലമാക്കളെ ഈ സമുദായം വെറുക്കുമത്രേ, ഉലമാക്കളോട് ദേഷ്യം പിടിക്കുമത്രേ. ഒരു സമുദായത്തിന്റെ പലിശക്കെതിരെ ഉലമാക്കൾ പ്രതികരിച്ചാൽ ആ ഉസ്താദന്മാരെ ആ മഹല്ലിൽ നിന്നും പുറത്താക്കാതെ അവർക്ക് വിശ്രമമില്ല. ആ ഉസ്താദിനെതിരെയായിരിക്കും അവരുടെ സമരം. കള്ളുകുടിക്കെതിരെ, വ്യഭിചാരത്തിനെതിരെ, അനാചാരത്തിനെതിരെ ഏതെങ്കിലും പണ്ഡിതന്മാരെ പള്ളിയുടെ മെമ്പർ മെഹ്റാബുകളും ഉപയോഗിച്ചാൽ ആ പണ്ഡിതന്മാരെ അവിടെ നിന്ന് കെട്ടുകെട്ടിക്കുന്നത് വരെ ആ മസ്ജിദിലേക്കായിരിക്കും നമ്മുടെ സമരം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഇദാ ബഗൽ മുസ്ലിമൂന ഉലമാഹും. മുസ്ലിം സമുദായം ഉലമാക്കളോട് വെറുപ്പ് വെച്ച് പുലർത്തുന്ന കാര്യം വന്നാൽ നമ്മുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരസ്യമായി നടറോഡിൽ ചർച്ച ചെയ്യുന്ന ഒരു കാലം വന്നാൽ, കടകളിലും പീടികകളിലും അങ്ങാടിയിലും മാർക്കറ്റിലും ഒക്കെ നമ്മുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു കാലം വന്നാൽ, ഇപ്പൊ മുസ്ലിം സംഘടനകൾ ഒരുപാടുണ്ട്. മുസ്ലിം സംഘടനകൾ പലരും അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ മുസ്ലിങ്ങൾ തന്നെ മുസ്ലിം സംഘടനയ്ക്കെതിരെ കുറ്റം പറയണം. ആർക്കും വലിയ സഹിക്കാൻ പറ്റാതെ നമ്മുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കണം. ഈ സമയത്തെങ്കിലും ഒന്ന് ഒരുമിച്ച് കൂടുന്നില്ലേ? ഒരു പൊതുവായ വിഷയമാണ്. ഈ സമയത്തെങ്കിലും ഒരുമിച്ച് നിൽക്കാൻ ഇവന്റെ മനസ്സിലല്ല. പറഞ്ഞ അവൻ ആ സംഘടന, ഈ സംഘടന, അവനെ ആ മൊയ്യാര്, ഈ മൊയ്യാര്, ഇത് കുറ്റം പറഞ്ഞ് ഇപ്പോഴും ഒറ്റപ്പെടുത്താണ്.
ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ്. നമ്മുടെ ഓരോരോ ആഭ്യന്തര പ്രശ്നങ്ങൾ പരസ്യമായി നടുറോഡിൽ വിളമ്പുന്ന കാലം വന്നാൽ കല്യാണ മാമാകം, കല്യാണ ആഡംബരങ്ങൾ, കല്യാണത്തിന്റെ പണത്തിന് വേണ്ടി ഒരു പെണ്ണിന്റെ പിതാവിന്റെ പൈസയ്ക്ക് വേണ്ടി കല്യാണം കഴിക്കുന്ന ഒരു കാലം വന്നാൽ തങ്ങൾ പറഞ്ഞതാണ്. ആ കാലഘട്ടത്തിൽ, അന്നത്തെ കാലഘട്ടത്തിൽ, ഇസ്ലാമിന്റെ ആ കാലഘട്ടത്തിൽ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെങ്കിൽ പണം അങ്ങോട്ട് കൊടുക്കണേ. പെണ്ണുങ്ങൾക്കെതിരെയായിരുന്നു അവിടുത്തെ ദുആകളും അവിടുത്തെ ഹദീസുകളും. എന്താണ്? ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ മഹർ കുറച്ചു കൊടുത്താൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൾക്ക് സ്വർഗ്ഗത്തിൽ ഉന്നതമായ കൂലി നൽകുമത്രേ. അല്ലാഹുവിന്റെ മാർഗത്തിൽ വീരമൃത്യു വരിച്ചതിന്റെ കൂലി നൽകുമത്രേ. വലിയ കാര്യം. ഒരു പെണ്ണ് തന്റെ മഹർ കുറച്ചു കൊടുത്താൽ, ഒരു പെണ്ണ് മഹർ കുറച്ചു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ സൗദിയിൽ പോയി നോക്കുക, അവിടെ മഹർ കൊടുക്കാൻ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ കല്യാണം കഴിക്കാൻ പറ്റാത്ത 40-45 വയസ്സായ പുരുഷന്മാരുണ്ട് വിദേശ രാജ്യങ്ങളിൽ. കാരണം ഒരു പെണ്ണിനെ കെട്ടാൻ പോകുമ്പോൾ മഹർ ചോദിക്കും. എത്ര പൈസ മഹർ? 35,000 റിയാൽ ഏറ്റവും കുറഞ്ഞത് വേണം. 35,000 റിയാലൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ മഹർ ചോദിക്കുന്നത്. 35,000 റിയാൽ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 7 ലക്ഷം രൂപ കല്യാണം കഴിക്കാൻ വേണം പെണ്ണിന് കൊടുക്കാൻ മഹറായിട്ട്. നമ്മളിപ്പോ ഒരു പവന്റെ സ്വർണം, ഒരു പവൻ 8 ഗ്രാം, 8 ഗ്രാം അല്ലെങ്കിൽ ഒരു 12 ഗ്രാം അല്ലെങ്കിൽ ഒരു 15 ഗ്രാം. ഈ 15 ഗ്രാം മഹർ ഭർത്താവ് എന്ന് പറയുന്ന ഈ സാധനം കൊടുക്കണം. അവനാണോ കൊടുക്കുന്നത്? അതിന്റെ 2 ആഴ്ചക്ക് മുമ്പ് ഈ പെണ്ണിന്റെ വാപ്പ കൊണ്ടുപോയി അവന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഈ തുരുമ്പ് പിടിച്ചവനാണ് കല്യാണം കഴിക്കാൻ നമ്മുടെ പെണ്ണിനെ. സ്വന്തം മഹർ വായിക്കാൻ പൈസ ഇല്ലാത്ത ഈ മൊയന്തിന് അമ്മയുടെ മോളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞാല് ഈ കെട്ടിച്ചു കൊടുക്കുന്ന വാപ്പായ അടിക്കണ്ടേ ആദ്യം? 2 ആഴ്ചക്ക് മുമ്പ് കൊണ്ടുപോയിട്ട് എന്നിട്ട് ഒരു മോതിരം അതിനകത്തുണ്ടാക്കി അത് ഇട്ട് വെച്ച് കൊടുത്തിട്ട് ഇത്ര പൈസ വെച്ച് കൊടുത്ത് അതിനകത്ത് അവൻ മഹറും മേടിച്ചോണ്ട് ഈ പെണ്ണിനെ കെട്ടാൻ വരും. ഈ പെണ്ണെന്ന് പറഞ്ഞ സാധനം എന്താ അബീവേ? ഞാനൊരു സംശയം. നമ്മുടെ വീട്ടിലെ കക്കൂസ് നിറഞ്ഞു. നമ്മുടെ വീട്ടിലെ കക്കൂസ് നിറഞ്ഞു. നമ്മള് ലോറിക്കാരനെ വിളിക്കും. പൈസ കൊടുക്കത്തില്ല, എടുത്തോണ്ട് പോകാൻ. അല്ലെങ്കിൽ എടുത്തോണ്ട് പോ. എത്ര അവൻ ചോദിക്കുന്ന പൈസ കൊടുക്കണ്ടേ? 10,000 രൂപ വേണമെന്നുണ്ടെങ്കിൽ 10,000 രൂപ കൊടുക്കണം. കാരണം ആ വേസ്റ്റ് എടുത്തോണ്ട് പോവുകയും ചെയ്യും, പൈസ നമ്മൾ കൊടുക്കുകയും ചെയ്യും. വേസ്റ്റ് കളയുന്നതിനാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. നമ്മുടെ മോള് വേസ്റ്റ് അല്ല. ഇന്ന് നമ്മുടെ മോളെ വീട്ടിൽ നിന്ന് കാലിയാക്കി തരാൻ നമ്മൾ എന്തൊക്കെയാ കൊടുക്കുന്നത്? സ്വർണം കൊടുക്കുന്നു, വീട് കൊടുക്കുന്നു, വണ്ടി കൊടുക്കുന്നു. ഈ സാധനത്തിനിട ഒന്ന് കൊണ്ടുപോടാ, ഇവിടുന്ന് പോടാ. ഇവിടെ കിടന്ന് 10-18 വർഷം കൂടെ നാറുവായി ഈ സാധനം വേസ്റ്റ്. ഒന്നെടുത്തോട്ട് പോടാ, നിനക്ക് ഞാൻ വേണമെങ്കിൽ എത്ര പൈസ ഉണ്ടെന്ന് തരഞ്ഞു ഒന്ന് കൊണ്ടുപോ എന്നും പറഞ്ഞ് ഓടിച്ചുവിടല്ലേ, പൈസയും കൊടുത്ത് വേസ്റ്റ്. അതല്ലേ ഈ നടക്കുന്ന കല്യാണം. അതാണെങ്കിലും അങ്ങനല്ലേ ഇസ്ലാമിക നിയമം എന്താ? മഹർ അങ്ങോട്ട് കൊടുക്കണം. അതാണ് നബി തങ്ങൾ സ്ത്രീകളോട് ഉപദേശിച്ചത്. സ്ത്രീകളോട് നബി തങ്ങൾ ഉപദേശിച്ചതാണ്. ഏതെങ്കിലും ഒരു പെണ്ണ് മഹർ കുറച്ചു കൊടുത്താൽ കല്യാണം കഴിക്കണമെന്ന് കൊതിക്കുന്ന പുരുഷന്മാരുണ്ട്. പക്ഷേ മഹറിന്റെ ഭയങ്കര വിലയും മഹറിന്റെ ആധിക്യവും കാരണം വിവാഹം വൈകി പോകുന്ന എത്രയോ ചെറുപ്പക്കാര് നമ്മുടെ നാട്ടിലുണ്ട്. ആ ചെറുപ്പക്കാരുടെ വിവാഹം നടക്കണമെങ്കിൽ പെങ്ങളെ സഹോദരിമാരെ, നിങ്ങളുടെ മഹറിൽ നിങ്ങളെ ഇളവ് വരുത്തണേ നബിയുനാ റസൂലുള്ളാഹി. അതാണ് അന്ന് പെണ്ണുങ്ങൾ തീരുമാനിക്കണം. നീ കല്യാണം കഴിക്കണമെങ്കിൽ, ചെറുക്കൻ കല്യാണം കഴിക്കണമെങ്കിൽ പെണ്ണ് തീരുമാനിക്കണമായിരുന്നു. അതാണ് അന്നും ഇന്ന് ഇസ്ലാമിക നിയമം. പക്ഷെ ഇന്ന് തിരിഞ്ഞുപോയില്ലേ? എന്തിനാണ് ഈ സാധു സംഘടനകൾ വരാൻ കാരണം? എന്തിനാണ് ഈ ചാരിറ്റികൾ വരാൻ കാരണം? എന്തിനാണ് നമ്മൾ ഒരു പവൻ, അരപ്പവൻ, കാൽപ്പവൻ വെച്ച് പിരിക്കാനുള്ള കാരണം എന്താണ്? ഈ പാവപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കാൻ ആരുമില്ല. അവൾ ഉള്ളത് അങ്ങോട്ട് കൊടുത്താലും പോരാ എന്ന് പറഞ്ഞു നിൽക്കുന്ന പാഹയന്മാര് ഈ ദുനിയാവിൽ ഉള്ളിടത്തോളം കാലം ഈ നാട് നന്നാവൂല. എവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നത്? എന്നിട്ട് പേരിന് ഒരു പവനെ കൊടുത്തുള്ളൂ അച്ചാരത്തിന് പോയപ്പോ. അതുകൊണ്ട് 8 ഗ്രാം. 2 പവൻ കൊടുത്തിരുന്നെങ്കിൽ 16 ഗ്രാം മഹറിന് എന്റെ മകളെ ആ മഹർ ഞാൻ സ്വീകരിച്ച് എന്റെ മകളെ നിനക്ക് ഞാൻ ഹലാലായ ഭാര്യയാക്കി, ഇണയാക്കി, തുണയാക്കി, വെളിച്ചാക്കി, എണ്ണയാക്കി എന്താ തന്നിരിക്കുന്നു.
ആരുടെ പൈസ? ഈ പറയുന്ന മോലാളിയുടെ തന്നെ പൈസ. ഇപ്പൊ ചുരുക്കി പറഞ്ഞ വാപ്പ തന്നെ മോളെ കെട്ടുന്ന അവസ്ഥയായത്. കണക്ക് നോക്കുമ്പോ അങ്ങനല്ലേ? ഈ പൈസ ആരോട്ട് കൊടുത്തതല്ലേ ദിവസം? സ്വന്തമായിട്ട് പണിയെടുത്തിട്ട് മഹർ വാങ്ങാൻ പൈസ ഇല്ലാത്ത ഈ ചങ്ങാതിക്ക് നിന്റെ മോളെ കൊണ്ട് കെട്ടിച്ചു കൊടുക്കാനുള്ള വലിയൊരു അവസ്ഥ ഇന്ന്. എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, പണത്തിന് വേണ്ടി കല്യാണം കഴിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ 4 കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു അവരെ പരീക്ഷിക്കാതിരിക്കുകയില്ല. ആ കാലഘട്ടത്തിൽ ക്ഷാമമുണ്ടാകുമത്രേ, സാമ്പത്തിക മാന്ദ്യമുണ്ടാകുമത്രേ. ആ കാലം ഭരിക്കുന്ന സർക്കാരുകൾ ഈ സമുദായത്തെ അടിച്ചമർത്തുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി ഇല്ലാത്ത നിയമങ്ങളെല്ലാം കൊണ്ടുവന്ന് ഈ സമുദായത്തെ വേദനിപ്പിക്കുമെന്നും സുൽത്താന്റെ ഭാഗത്തുനിന്ന്, അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് അതിക്രമങ്ങൾ നിങ്ങൾ കാണേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. നബിയുനാ റസൂലുള്ളാഹി ശരിയാണോ? അനുഭവിക്കുന്നുണ്ടോ? അനുഭവിക്കുന്നില്ലേ? കാരണം എന്താ? ഇത് തന്നെ സംഭവം. എന്റെ മോളെ കല്യാണം കഴിക്കുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും കൂടെ അൽഹംദുലില്ലാഹ്. എന്റെ മോളെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല കല്യാണം കഴിച്ച വിധങ്ങൾ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കൊടുത്തു, വീട്ടുപകരണങ്ങളും മറ്റെല്ലാം കൊടുത്തു. നമ്മൾ കൊടുക്കുമല്ലോ. ഇത് പോരാ, അത് പോരാ. ബ്രോക്കറെ പിന്നെ പറഞ്ഞിട്ട്, കാരണം അയാൾക്ക് കമ്മീഷൻ ആണല്ലോ, അയാൾക്ക് വല്ല കുഴപ്പം വല്ലതും ഉണ്ടോ? അങ്ങോട്ട് പറഞ്ഞോട്ട് ഇങ്ങോട്ട് സത്യത്തിൽ പെണ്ണ് കെട്ടിച്ചു കൊടുക്കരുത്. ഇവൻ പെണ്ണ് കെട്ടാതിരിക്കുമോ എന്ന് ആലോചിച്ചു. ഇവ എന്ത് ചെയ്യും? പിന്നെ വ്യഭിചരിക്കാൻ പോണെങ്കിൽ കാശ് കൊടുക്കട്ടെ. ചുമ്മാ വ്യഭിചരിക്കാൻ പറ്റുമോ? അവിടെ മഹർ കൊടുത്ത് വ്യഭിചരിക്കും. വ്യഭിചരിക്കുന്നതിന് കൃത്യമായി മഹർ കൊടുക്കും. നല്ല ഒരു പെണ്ണിനെ കണ്ടിട്ട് എല്ലാ അളവും തൂക്കവും ഒക്കെ നോക്കിയിട്ട് എത്ര ആളെയാ? 1 മണിക്കൂറിന് മഹർ 40,000. അവിടെ എഴുതി വാങ്ങിച്ച് ഒപ്പിട്ടതിന് ശേഷമായിരിക്കും ഒറ്റ മണിക്കൂറാകുമ്പോൾ ബെല്ലടിക്കട്ടെ മതി. വ്യഭിചരിക്കാൻ കാശ് മഹർ കൊടുക്കും. ഹലാലായിട്ട് വിവാഹം കഴിക്കാൻ നേരത്തെ മഹർ കൊടുക്കൂല. അത് തന്നെ അള്ളാന്റെ കളി വന്നത്. അള്ളാന്റെ പണി വരാൻ കാരണം അതല്ലേ? ഹലാലായ കാര്യത്തിന് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അവന്റെ സുന്നത്തിനെ എതിർത്തിട്ട് ഹറാമായ കാര്യത്തിന് നീ എത്ര പൈസകൾ വേണമെങ്കിലും വാരി ചെലവാക്കും. എവിടെ വേണമെങ്കിലും റൂം എടുക്കാളിയ, ആരെ വേണമെങ്കിലും കൂട്ടിക്കാളിയ, വണ്ടി എന്റെ അടുത്തുണ്ട്, വാടക വീടുണ്ട്, എനിക്ക് അവിടെ റിസോർട്ട് ഉണ്ട്, നമുക്ക് എടുത്തേക്കാളിയ, ഒരു പ്രശ്നമില്ലാളിയ, നീ കൂട്ടിക്കൊണ്ട് വാളിയ. ഓക്കെ, ശരിയല്ലേ എന്ന് ചോദിച്ചാൽ ആണെന്ന് ആരും പറയൂല. എന്നാ സംഭവം ശരി തന്നെയാണ്. സംഭവം ശരി തന്നെയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അതാണ് പറഞ്ഞത്, അധികാരികളെ കൊണ്ട് നിങ്ങളെ ഞാൻ അടിപ്പിക്കും. അടി കൊള്ളുന്നില്ല. ഇപ്പൊ നമ്മള് വ്യഭിചരിച്ചവനും കൊള്ളുന്നു, വ്യഭിചരിക്കാത്തവനും കൊള്ളുന്നു, എല്ലാവരും കൊള്ളുന്നു, നല്ലവനും കൊള്ളുന്നു, മോശക്കാരനും കൊള്ളുന്നു. ഇപ്പൊ നമ്മൾ മൊത്തത്തിൽ ഇറങ്ങേണ്ട അവസ്ഥ വന്നില്ല. വൽ ജൗരി മിനസ് സുൽത്താൻ, സുൽത്താന്റെ ഭാഗത്ത് നിന്ന് വൽ ഖിയാനത്തി മിൻ ഉലാത്തിൽ അഹ്കാം. നമ്മൾ അവസാനം സമീപിക്കുന്നത് കോടതികളെയാണ്. എന്റെ പൊന്നു സ്വഹാബ, ആ കാലഘട്ടത്തിൽ കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് നീതിപൂർവമായ ഒരു സന്തോഷ വാർത്ത ലഭിക്കുകയില്ല. 22-ാം തീയതി എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുക. 22-ാം തീയതി കിട്ടുമെന്നും പറഞ്ഞിട്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞ വാക്കെന്താ? അത് മാത്രമേ കേട്ടാവും. നമ്മൾ നന്നാവും മോനെ. അള്ളാഹു നമുക്ക് ഇവിടെ ബദരീങ്ങളെ ഇറക്കിയെടുത്തത് മലക്കൾ ഇറക്കിയ പോലെ അള്ളാഹ് ഇവിടെ മലക്കൾ ഇറക്കി തരും. നമ്മൾ നന്നാവും. നിങ്ങളിപ്പോ ഈ ആസാം അവിടെയുള്ള ഉത്തരേന്ത്യയിലേക്ക് നമ്മളിപ്പോ തമിഴ്നാട്ടിലൊക്കെ പഴകുന്നത് ബംഗാളി ഉണ്ടല്ലോ. ആ ബംഗാളിയെ വിളിച്ചിട്ട് ഞാനിപ്പോ അടുത്ത സമയത്ത് റൂം എടുക്കാൻ പോകുമ്പോൾ ബംഗാളി എടുത്ത് വെച്ച് കിബിലക്ക് തരാം. കിബില എന്ന് പറഞ്ഞാൽ എന്താ പോലും അറിയില്ല. നിസ്കരിക്കുന്ന പള്ളിയുടെ കിബില എന്താന്ന് അറിയില്ല ചങ്ങാതിക്ക്. എന്താ കിബില? നമാസ് പണ്ണക്കല്ലേ നമാസ് എന്താന്ന് പോലും അറിയില്ല. ആകപ്പാടെ ജീവിതത്തിൽ ഉത്തരേന്ത്യയിലുള്ള മുസ്ലിങ്ങൾ നിസ്കരിക്കുന്ന 2 നമസ്കാരാണ്. എല്ലാ മുസ്ലിങ്ങളല്ല, കൂടുതലും അക്സറും ഈ ബംഗാള്, പശ്ചിമ ബംഗാള്, കൽക്കട്ട, അവിടെ നിന്ന് ബംഗാളികൾ ഇവിടൊക്കെ വന്ന് നിസ്കരിക്കും. ഇവിടെ നിസ്കരിക്കുന്ന നിങ്ങൾ കണ്ടുണ്ടോ എവിടെങ്കിലും? 2 പെരുന്നാളിന് ചെറുതും വലുതുമായ 2 പെരുന്നാൾ മാത്രമാണ് അവരുടെ ഏറ്റവും വലിയ നിസ്കാരം. ബാക്കിയുള്ള സമയത്ത് ഇവിടെ നിസ്കാരം ഇബാദത്ത്, എവിടെ നിസ്കാരം, എവിടെ ഇബാദത്ത്, എവിടെ ഖുർആൻ, എവിടെ പാരായണം, എവിടെ ദീനിയായ ബന്ധം, എവിടെ ദീനിയായ ബോധം? ചിന്തിച്ചു നോക്കുക. വെറുതെ അള്ളാന്റെ സഹായം നമുക്ക് കിട്ടുമോ? പ്രതീക്ഷിക്കാൻ പറ്റുമോ? അള്ളാന്റെ സഹായം നമുക്ക് എങ്ങനെ കിട്ടുക? വൽ ഖിയാനത്തി മിൻ ഉലാത്തിൽ അഹ്കാം.
കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് അനുകൂലമായി നിലപാടെടുക്കട്ടൂല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാ. പടച്ചവൻ കാക്കട്ടെ. നാലാമത് അക്രമങ്ങൾ പരക്കെ വ്യാപിക്കുകയും ഈ സമുദായത്തെ നടുറോഡിലിട്ട് അടിച്ചു കൊല്ലപ്പെടുകയും ചെയ്യും. ഈ 4 കാര്യങ്ങൾ സംഭവിക്കുന്ന നബീന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാ. ഈ 4 കാര്യവും ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 4 കാര്യവും ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കാരണം 3 ആണ്. 1 ഉലമാക്കളെ തെറി വിളിക്കൽ, 2 സ്വന്തം ആദ്യം പള്ളിയുടെ കമ്മിറ്റിയുടെ വീടിന്റെ കാര്യങ്ങളൊക്കെ നമുക്കത് പൊതുവായിട്ട് നമ്മൾ ജംഗ്ഷനിലും അവിടെ ഇവിടെ പറയേണ്ട കാര്യമില്ല. അത് നമുക്കിടയിൽ ചർച്ച ചെയ്ത് തീർക്കേണ്ട വിഷയങ്ങളാണ്. അത് പരസ്യമാക്കുക. 3 പണത്തിന് വേണ്ടി നിക്കാഹ് നടത്തപ്പെടുന്ന ഒരു കാലഘട്ടം. കല്യാണം പേശല്ലേ, വിലവേശല്ലേ. എങ്ങനെ അള്ളാന്റെ സഹായം കിട്ടും പറയൂ. അങ്ങനെ വിലവേശല്ലേ. അല്ലാഹു പടച്ചവൻ കാക്കട്ടെ, പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, റബ്ബന ഗഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ദുർവ്യയം അല്ലാഹുവേ നീ മാപ്പ് ചെയ്യണേ അല്ലാഹ്, മാപ്പ് ചെയ്യണേ അല്ലാഹ്. പടച്ചവനോട് ദുആ ചെയ്യണ്ടേ. ദുർവ്യയത്തിൽ നിന്ന് എത്ര പേരാണ് ദുആ ചെയ്യാറുള്ളത്? എത്ര പേരാണ് ഇസ്തിഗ്ഫാർ ചെയ്യാറുള്ളത്? ചുമ്മാ നമ്മൾ എണ്ണം പിടിക്കാൻ പറ്റും. 5 മിനിറ്റ് കൊണ്ട് 100 ഇസ്തിഗ്ഫാർ അടിക്കാൻ പറ്റും. നമ്മുടെ പെണ്ണുങ്ങളുടെ കയ്യിലൊരു കിണുക്കാ പെട്ടിയിരിപ്പുണ്ട്. അറിഞ്ഞിട്ടുണ്ടോ? ദിക്ർ പെട്ടി കൊടുക്കോ എന്ന് പറയും. എടി നീ അറിഞ്ഞിട്ടില്ല അവള് പോയത് അറിഞ്ഞില്ലേ? നീ അവള് പോയത് അല്ല, ഞാൻ കണ്ടില്ല. അവന്റെ ബൈക്കിന്റെ പറയുമ്പോ ഞാൻ കണ്ടടി. കറക്റ്റാ ദിക്റാ ചൊല്ലുന്നത്. ആരുടെ? അവളുടെ ദിക്റാ ചൊല്ലുന്നത്. അല്ലാതെ ദിക്റല്ല ഇത്. ഈ സാമാനം ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അവിടെ വേറെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കും. കയ്യിലും കൊളുത്തിട്ടേക്കും. ഇതാരെ കാണിക്കാനാ ഇത്? ഇതാരെ കാണിക്കാനാണ്? നമ്മുടെ കൈകളിലൂടെ നമ്മൾ ദിക്ർ ചൊല്ലും. അതിനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ഈ കൈകൾ നാളെ അല്ലാഹുവിന്റെ മുന്നിൽ സാക്ഷി പറയട്ടെ. ഈ കൈകൾ നാളെ അല്ലാഹുവിനോട് സാക്ഷി പറയണം. അല്ലാഹുവേ, ഈ വിരലമർത്തി നിന്റെ ദാസൻ നിന്റെ ദാസി നിന്നെ സ്മരിച്ചതാണല്ലാ. എളുപ്പമറിയോ? ഇതിൽ ദിക്ർ ചെയ്യുന്നത് എളുപ്പമെന്നറിയോ? ഇതിൽ ദിക്ർ ചെയ്ത് പഠിക്കണം, ശീലിക്കണം. മനസ്സിലല്ലേ? ഇങ്ങനെ താഴെ അങ്ങോട്ട് 5 5 4 20 ഇത് 4 ഉപയോഗിച്ചാൽ മതി. ഇഷ്ടം പോലെ ഇത് തന്നെ പരിപാടി. ദിക്ർ ചൊല്ലുമ്പോ അതിൻ്റെതായ ഇഖ്ലാസോടെ ചൊല്ലും. ഇപ്പൊ നിസ്കരിക്കുന്ന സമയത്ത് അതിൻ്റെതായ ആ ഭവ്യതയോടല്ലേ നമ്മൾ നിസ്കരിക്കേണ്ടത്. എല്ലാവരും നിസ്കരിച്ചിട്ട് എന്താ കാര്യമുള്ള? അതിൻ്റെതായ ഭവ്യതയോടുകൂടി ചെയ്യണം. ഏത് കാര്യത്തിനും അങ്ങനെ കൂലിട്ടുള്ളൂ. ഡോക്ടറെ കാണാൻ വേണ്ട നിയത്ത് ചെയ്ത് അതിനിടയ്ക്ക് ഷോപ്പിങ്ങിന് പോകണം, അതിനിടയ്ക്ക് തയ്ച്ച തുണി മേടിക്കാൻ പോകണം, പിന്നെ അവിടെ കടയിൽ 2 കലം വാങ്ങിക്കാൻ പോകണം. ഇത് നടക്കത്തില്ല. ഡോക്ടറിന്റെ അടുത്ത് രാവിലെ പോകുമ്പോൾ അയാളെ കണ്ട ഉടനെ പറയും ഇത്രയും പോയി എടുത്തോണ്ട് വരാൻ പറയും. അവിടെ പോയി ഇഞ്ചക്ഷൻ ചെയ്ത് ഇത് എടുത്തിട്ട് പറയും 3 മണിക്കൂർ കഴിഞ്ഞ് വരാൻ പറയും. പിന്നെ വന്നിട്ട് ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഒന്നും കൂടെ വരാൻ പറയും. പിന്നെ തിരിച്ചതെല്ലാം മേടിച്ചിട്ട് ഡോക്ടറുടെ അടുത്ത് പോയിരിക്കും പറയും ടോക്കൺ നമ്പർ 60 അവിടെ ഇരിക്കാൻ പറയും. ഒരു ദിവസം ഡോക്ടറെ കാണാൻ മെനക്കേടാ. ഇതിനിടയ്ക്ക് ഷോപ്പിംഗ് നടക്കും, ഇതിനിടയ്ക്ക് റേഷൻ കാർഡ് മേടിക്കാൻ പോകും. നടക്കുമോ? ഏത് പണി? അള്ളാഹുവിനെ ലക്ഷ്യമിട്ട ഒരാൾ പുറപ്പെട്ടാൽ അള്ളാഹ് തന്നെ ആയിരിക്കണം അവന്റെ മനസ്സിൽ. എങ്കിൽ അള്ളാഹെ അവൻ കിട്ടുമത്രേ, അള്ളാഹുവിനെ അവൻ ലഭിക്കും. ഇനി ദുനിയാവിനെ ലക്ഷ്യമിട്ട ഒരാൾ ഇറങ്ങി പുറപ്പെട്ടാൽ ആ ദുനിയാവ് അവൻ കരസ്ഥമാക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ ദിക്ർ ചൊല്ലാനും തൗബ ചെയ്യാനും പശ്ചാത്തപിക്കാനും ഈ മനസ്സുകളെ തയ്യാറായി മുന്നോട്ട് വരുമ്പോ അവന്റെ മനസ്സിന്റെ മനോമുഖരത്തിൽ അവൻ തെളിഞ്ഞുകൊണ്ട് വരേണ്ടത് എന്താണ്? അല്ലാഹുവേ, ഇന്നലകളിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തവനാണ് നാഥാ, ഒരുപാട് അക്രമം നിന്നോട് പ്രവർത്തിച്ചവനാണ് അല്ലാഹ്. പുറത്തു തരണേ, പുറത്തു തരണേ, അസ്തഗ്ഫിറുല്ലാഹ്, പുറത്തു തരണേ അല്ലാഹ് എന്ന് ഹൃദയവേദനയോടെ ദുഃഖഭാരത്തോടെ റബ്ബിന്റെ മുന്നിൽ നിറക്കണ്ണുകളോടെ ചോദിക്കണം. അതാണ് ഇസ്തിഗ്ഫാർ. അതല്ലാതെ എണ്ണം കൂട്ടലല്ല, എണ്ണം പിടിക്കലല്ല. റാബിയത്തുൽ അദവി റളിയല്ലാഹു തആല പറഞ്ഞു, ഒരാൾ ഒരു ഇസ്തിഗ്ഫാർ ചെയ്ത് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അസ്തഗ്ഫിറുല്ലാഹ് സ്വീകരിക്കാൻ 1000 പേരെ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലണമെന്ന്.
അതുകൊണ്ട് ചൊല്ലുന്നത് നിങ്ങൾ ഉദാഹരണത്തിന് സയ്യിദുൽ ഇസ്തിഗ്ഫാർ നിങ്ങൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് ചൊല്ലിയാലേ കൂലി കിട്ടുന്നു. ഒരുപാടൊന്നും വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ക്വാണ്ടിറ്റി വേണ്ട, അല്ലാഹുക്ക് ക്വാളിറ്റി മതി. അല്ലാഹുക്ക് ക്വാണ്ടിറ്റി വേണ്ട. ഞാൻ 1000 ചൊല്ലി, ഞാൻ 2000 ചൊല്ലി, ഞാൻ 3000 ചൊല്ലി, ക്വാളിറ്റി ആയിട്ട് ചൊല്ലി. നബിയുനാ റസൂലുള്ളാഹി തആല പറഞ്ഞു, രാവിലെ സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് അതേ ഇരുത്തത്തിൽ ഇരുന്നിട്ട് ഒരു സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ മഗ്‌രിബിന് മുമ്പ് നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ സ്വർഗ്ഗത്തിലാണ്. മഗ്‌രിബ് നമസ്കാരത്തിന്റെ അതേ ഇരുത്തത്തിൽ ഇരുന്ന് നിങ്ങൾ ഒരു സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ സുബ്ഹിക്ക് മുമ്പ് നിങ്ങൾ മരിച്ചാൽ സ്വർഗ്ഗത്തിലാണ്. നബിയുനാ റസൂലുള്ളാഹി എത്ര വലിയ വാക്കാ. 10 എണ്ണം ചൊല്ലാൻ പറഞ്ഞില്ല, 3 എണ്ണം ചൊല്ലാൻ പറഞ്ഞില്ല, 4 എണ്ണം ചൊല്ലാൻ പറഞ്ഞില്ല, 2 എണ്ണം ചൊല്ലാൻ പറഞ്ഞില്ല. only one ഒരൊറ്റ സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ അബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഇതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഒരെണ്ണം സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് അതേ പായയിൽ ഇരുന്ന് ചൊല്ലിയാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ് മക്കളെ, മഗ്‌രിബിന് മുമ്പ് അവൻ മരണപ്പെട്ടാൽ അവൻ നരകത്തിൽ പോവുകയില്ല. അതേ മഗ്‌രിബ് നമസ്കാരത്തിൽ ഇരുന്നുകൊണ്ട് ഇതേ ഇസ്തിഗ്ഫാർ ഒരൊറ്റ പ്രാവശ്യം ചൊല്ലിയാൽ സുബ്ഹിക്ക് മുമ്പാണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ അവൻ നരകത്തിൽ പോവുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ചുമ്മാ എണ്ണം കൂട്ടി കത്ത് കൊടുത്തോടും 1,54,766 ഇസ്തിഗ്ഫാർ ചെയ്ത് ഉസ്താദ് ഒന്ന് ദുആ ചെയ്യുന്നു. ഇതിപ്പോ ഏത് കാൽക്കുലേറ്റർ അല്ലാത്ത ഇത് എഴുതി വെച്ച് അത് അവരങ്ങോട്ട് ചെയ്താൽ പോലെ, അതങ്ങ് അവരങ്ങോട്ട് ചെയ്താൽ മതിയല്ലോ. നമ്മളിത് ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ ചെയ്യുന്ന ഇബാദത്ത് അല്ലാഹുവിന് വേണ്ടിയല്ലേ. നിങ്ങൾ അങ്ങോട്ട് ചെയ്തങ്ങോട്ട് ദുആ ചെയ്യുന്ന മതി. അല്ല, ഞാൻ കുറച്ച് ദിക്ർ ഇട്ടിട്ടുണ്ട് ഉസ്താദ്, ദുആ ചെയ്യണം ഖബൂലാവാൻ. ഓക്കേ, അൽഹംദുലില്ലാഹ്. അപ്പൊ നമ്മൾ എണ്ണം കൂട്ടുമ്പോൾ നമുക്ക് സമയം ചിലപ്പോൾ ഓവറായിട്ട് നമ്മൾ കൂടുതൽ സ്പീഡ് കൂട്ടേണ്ടി വരും. അപ്പൊ സ്പീഡ് നമ്മളിപ്പോ മയ്യത്തിന്റെ വീട്ടിൽ ദിക്റില്ല, ഉസ്താദ്മാരെ ഉലമാക്കളെ കുറ്റം പറയാൻ പറ്റില്ല. ദിക്റിന് പോയിരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലുമ്പോഴേ സുബൈ കഴിഞ്ഞ് നമ്മൾ തുടങ്ങുമ്പോൾ എന്ത് സ്ലോ മോഷനിലാണ് തുടങ്ങുന്നത്. ട്രെയിൻ പോലെയാണ്. ട്രെയിൻ എടുക്കുമ്പോൾ വളരെ സ്ലോ മോഷൻ. കൊല്ലം വിട്ട് കഴിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് പോയി അങ്ങോട്ട് ചവറൊക്കെ നോൺ സ്റ്റോപ്പ് ട്രെയിൻ ആണെങ്കിൽ ഇവിടെ നിന്ന് നിർത്താത്താണെങ്കിൽ എൻ്റെ പോക്കിൽ ഓടി പോലി കാണും. 12 മണിയൊക്കെ എടുക്കുമ്പോൾ വാച്ചിനോട് നോക്കിയിട്ട് മാത്രമേ അവസാനം കാണുള്ളൂ. കുറ്റം പറയാൻ സമയം കാരണം എന്ന് പറഞ്ഞാൽ സമയമായി, ആളും കുറവും. 70,000 ദിക്റും തീർക്കണം. ഉച്ചയ്ക്കാവും എല്ലാവരെയും വിളിച്ചിരിക്കുന്നത്. എല്ലാവരും ഉച്ചയ്ക്ക് വരെയും വേണം. മുത്തല്ലിമീങ്ങളെ എന്ന ഒരു 10-60 മുത്തല്ലിമീങ്ങൾ വിളി, അതുമില്ല. ഇയാളെ പിശുക്കന 10-15 പിള്ളേരെയും വിളിച്ച് അവിടെ ഇരുത്തിയിട്ട് തുടക്കത്തിൽ ഉഷാറ് കാണും പിള്ളേർ, പിന്നെ പകുതി അവന്റെ മൂഡ് മാത്രം പിന്നെ പറഞ്ഞിട്ട് നമ്മള് ചക്രിയല്ലിക്കേണ്ടത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശരിയല്ലേ? ഈ രാത്രി മയ്യത്ത് വീട്ടിൽ പോയിരുന്ന് ഓതാൻ വേണ്ടി അവൻ ഇന്ന് കുറേ എന്തിനാ പഠിച്ചാൽ ഇങ്ങനെ ഈ പാടുപെടാൻ? എന്തിനാ? ഞാൻ ചെയ്യുന്ന പണി കുറ്റം പറയല്ല, ചെയ്യുന്നത് ഇഖ്ലാസോടെ ചെയ്യിക്കണം. അതിനനുസരിച്ച് കുട്ടികളെ മാറ്റി നിർത്തണം. അതിനനുസരിച്ച് മാറ്റി ഇരുത്തണം. അതിനനുസരിച്ച് അവർക്ക് വെള്ളവും ചായയും കൊടുക്കണം. അവർക്ക് ഇത്തിരി ഉഷാറ് കിട്ടണം. അതല്ലേ ചെയ്യിക്കേണ്ടത്. ഇഖ്ലാസോടെ ചെയ്യിക്കണ്ടേ അബീബേ? ചെയ്യുന്ന പണി അങ്ങനെ ചെയ്യണ്ടേ? അതല്ലേ നമ്മൾ. അല്ലാതെ നമ്മൾ എങ്ങനെ ഒരു പേരിന് വേണ്ടി ചെയ്തിട്ട് കാര്യമുണ്ടോ? ഏതൊരു കാര്യം നമ്മൾ പേരിന് വേണ്ടി ചെയ്തിട്ട് കാര്യമുണ്ടോ? ചെയ്യുന്ന പണി ഇഖ്ലാസോടെ ചെയ്യണം. അതിന് കൂലിട്ടുള്ളൂ. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നമസ്കാരം, എൻ്റെ നൃത്തം, എൻ്റെ നോമ്പ്, എൻ്റെ ഹജ്ജ്, എൻ്റെ മനാസിക്കുകൾ, എൻ്റെ ഉളഹിയ, എൻ്റെ ചലനം, എൻ്റെ ചലനാവസ്ഥ, എൻ്റെ റുകൂഅ്, എൻ്റെ സുജൂദ് എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, എൻ്റെ റബ്ബിന് മാത്രമാണ്.
എല്ലാം റബ്ബിന് വേണ്ടിയാണ്. അതാണല്ലോ മഹാന്മാരുടെ സ്വാധീനങ്ങൾ. അങ്ങനെയാണ് റിഫായി മൗലാന, ബഹുമാനപ്പെട്ട റിഫായി ഷേഖ്, മഹീദി ഷേഖ് റഹ്മഹുല്ലാഹ്, ഇവരുടെയൊക്കെ അവസ്ഥ എന്താ? എല്ലാം അല്ലാഹ് അല്ലാഹ് എന്നുള്ള ചിന്ത അവരുടെ ജീവിതത്തിൽ മൊത്തം അല്ലാഹ് അല്ലാഹ് അല്ലാഹ്, എല്ലാം അല്ലാഹ്ക്ക് വേണ്ടി ഖലാസോടെ ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ ഗുണമുണ്ടായി, അതിന്റെ പ്രയോജനം ഉണ്ടായി, അതിന്റെ സ്വഭാവം ഉണ്ടായി, പെട്ടെന്ന് അതിന്റെ എഫക്ട് ഉണ്ടായി. പക്ഷെ ഇന്ന് അങ്ങോട്ട് എഫക്ട് കിട്ടുന്നില്ല. നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, എഫക്ട് അങ്ങോട്ട് കിട്ടുന്നില്ല. എത്ര നമ്മൾ ദുആ ചെയ്യുന്നു, എത്ര നാൾ കൊണ്ട് ദുആ ചെയ്യുന്നു, വല്ല മാറ്റം ഉണ്ടാവുന്നുണ്ടോ? കേന്ദ്രത്തിൽ നിന്ന് വല്ല മാറ്റം ഇതുവരെ ഒരു സന്തോഷ വാർത്ത പോലും കിട്ടുന്നില്ല. ഇത്ര പ്രക്ഷോഭം നമ്മൾ പറയുന്ന ഓരോ വാക്കൊരു കുലുക്കമില്ലല്ലോ. നമ്മൾ ഇത്രയൊക്കെ നടത്തിയിട്ട് കൂടിട്ടൊരു കുലുക്കമില്ലല്ലോ. നമ്മൾ കുലുങ്ങുന്നില്ല. നമ്മൾ കുലുങ്ങിയാലേ അള്ളാഹ് അവരെ കുലുക്കുള്ളൂ. ഈ പ്രക്ഷോഭത്തിന് കാണുന്ന ആള് പള്ളിയിൽ കാണണം. പള്ളിയിൽ നിന്ന് കുലുക്കമുണ്ടോ? സത്യവിശ്വാസികളെ കൊണ്ട് പള്ളി നിറഞ്ഞോ? ജുമാക്കല്ലാതെ നിറഞ്ഞോ പള്ളി? എന്നിട്ട് നമ്മൾ കുലുങ്ങാൻ വേണ്ടി ദ്വാരക്കാണ്. കുലുക്കും പടച്ചോ, നമ്മളെ കുലുക്കുന്നല്ലാതെ അവിടെ കുലുക്കലുണ്ടാവൂല. നമ്മള് കുലുങ്ങും ചിലപ്പോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വന്ന സകലമാന തെറ്റുകളും ദുർവ്യയങ്ങളും മാറ്റിവെച്ചിട്ട് റബ്ബിന്റെ മുന്നിൽ നമ്മൾ അല്ലാഹുവേ ഞാനിതാ നിന്റെ മുന്നിൽ അർപ്പണമാണ്, ശരണടയുകയാണ്. പടച്ചവനെ എനിക്ക് നീ മാപ്പ് നൽകണേ. ഒരുപാട് തെറ്റുകൾ ചെയ്തവനാണ്, ഒരുപാട് കുറ്റങ്ങൾ കണ്ടവനാണ്, ഒരുപാട് കുറ്റങ്ങൾ സാക്ഷ്യം വഹിച്ചവനാണ്. പടച്ചവനെ നിനക്ക് ഇഷ്ടപ്പെടാത്തത് നിരക്കാത്തത് ഞാൻ ചെയ്തു പോയല്ല. ഞാനിതാ നിന്റെ മുന്നിൽ മാപ്പിന് അപേക്ഷിക്കുകയാണ് പടച്ചവനെ, മാപ്പിന് അപേക്ഷിക്കുകയാണ് പടച്ചവനെ. നീ മാപ്പ് ചെയ്യണേ അല്ലാ എന്ന് ചോദിച്ചിട്ട് തൊട്ടടുത്തവൻ പറയട്ടെ, വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുവേ ഞങ്ങളുടെ പാദം ഇടറിപ്പോകാതെ ഈ സമരമുഖത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹുവേ. ഏതൊരു ദുഷ്ടശക്തികൾക്കെതിരെയാണോ ഞങ്ങൾ ഈ സമര പ്രഖ്യാപനവുമായി വരുന്നത്, അല്ലാഹുവേ അവരുടെ മുന്നിൽ ഞങ്ങൾക്ക് വിജയം നീ നൽകണേ നാദാ. ഇതായിരുന്നു സഹാബാക്കളുടെ ദുആ. വിജയം കിട്ടിയില്ല അവർക്ക് കിട്ടി. മക്കം ഫതഹായില്ലേ, വെറുതെ വിജയം കിട്ടുമോ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റം ഉണ്ടാക്കിയെടുക്കണം. ഇന്ന് നമുക്കിടയിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. കുടുംബ പ്രശ്നങ്ങള്, സാമൂഹ്യമായ പ്രശ്നങ്ങള്, വീട്ടിനുള്ളിൽ പ്രശ്നങ്ങള്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങള്, ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇപ്പൊ ഒരു ഭാര്യയും ഭർത്താവും 20 വർഷം വരെ ജീവിച്ചു. 21ാമത്തെ വർഷത്തിൽ അവർ തലാക്കായി. ഈ ഭാര്യ അവനെ വിളിക്കുന്ന ചീത്തയ്ക്ക് വല്ല കണക്കുണ്ടോ? ഈ ഭർത്താവ് ഇവളെ വിളിക്കുന്ന ചീത്തയ്ക്ക് വല്ല കണക്കുണ്ടോ? 20 വർഷം ഇവള് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് കടന്നിട്ട് ഈ 21ാമത്തെ വർഷത്തിൽ ചീത്ത വിളിക്കുന്നതിനകത്ത് വല്ല മാന്യതയുണ്ടോ? 20 വർഷം തിന്നിട്ട് നന്ദി കെട്ട പരിപാടിയല്ല കാണിക്കുന്നത്. അതുകൊണ്ടാണ് നിക്കാഹിന്റെ സദസ്സിലെ ഉസ്താദന്മാര് പറഞ്ഞു കൊടുക്കണം, ഈ ചങ്ങാതിക്ക് ഈ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ കൈ രണ്ടും കൂടെ അങ്ങോട്ട് ചേർത്ത് പിടിച്ച് ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുമ്പോ എന്താണ് ഈ പശയുടെ ഗുണമെന്നും കൂടെ പറഞ്ഞു കൊടുക്കണം. ചുമ്മാ ഇങ്ങോട്ട് കൊണ്ടുവരാം. അവനൊന്നും അറിയത്തില്ല, വായിക്കാത്തില്ല, മുറുക്കാനിട്ടതുപോലെ എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറയല തന്നെ. അങ്ങോട്ട് പറഞ്ഞിട്ട് എല്ലാം കേട്ടോ, എല്ലാം കേട്ടല്ലോ, അല്ല ശരിയല്ല, എല്ലാം ശരിയാ, എന്താ ശരി, ഉസ്താദ് പറഞ്ഞു മനസ്സിലാവും, എന്താന്നല്ല മനസ്സിലായില്ല. ഇപ്പോൾ എങ്ങനെ എഴുന്നേറ്റ് പോകാൻ സ്ഥലം എല്ലാം മനസ്സിലായ കല്യാണം കഴിയണം. മുസ്ലിയാര് പോയി അവിടെ പടക്കം പൊട്ടിയിരുന്നു തുടങ്ങി. രണ്ട് കാര്യം നിക്കാഹിന്റെ സദസ്സിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് തലാഖ് അധികരിക്കുന്നു, എന്തുകൊണ്ട് ഈ തലാഖിനെ വെറും മോശമായിട്ട് കാണുന്നു. ഇസ്ലാം എന്ന തലാഖ് എല്ലാം പറയുന്നില്ല. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം, അള്ളാഹു അനുവദിച്ചതിൽ വെച്ച് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് തലാഖ്. തലാഖ് എന്നൊക്കെ ഒരു ചർച്ച തന്നെ ചെയ്യാൻ പാടില്ല. ഈ സാമാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതിനകത്തെല്ലാം കണ്ടിട്ട് നമ്മളെ പിടിച്ചോണ്ട് പോയി നിങ്ങൾക്ക് വല്ല അട്ടം വല്ലതും ഉണ്ടോ? ഇത് ഉണ്ടാക്കി വെക്കില്ലെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല സംഭവം. ഇപ്പൊ ഞാൻ ഡൽഹിയിൽ നിന്ന് കുറെ പിന്നെ KMWയുടെ കുറെ ആളുകൾ നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ കുറെ പരാതിയൊക്കെ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നതിനകത്ത് ഒന്നുമില്ലേ, നിങ്ങളെ മുസ്ലിങ്ങളൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് പലതും ഇതൊക്കെ എടുത്ത് മറ്റേടുന്നൊക്കെ പറഞ്ഞു. ആരോട് പറയാൻ
അഞ്ചാറ് പ്രവാസികളെ അവിടെ ദുബായിലിരുന്ന് 5-6 പേര് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കരുവാക്കണം. നമ്മൾ ചീത്ത വിളിയൊക്കെ നിങ്ങളാരും അറിയുന്നില്ലല്ലോ. നമ്മളെ ചീത്ത വിളിയൊക്കെ നിങ്ങളാരും അറിഞ്ഞില്ല. നമ്മളെ വിളിച്ചോണ്ടിരിക്കുക ദിവസത്തെ കുടുംബ ജീവിതത്തിൽ ഉസ്താദ് ഇങ്ങനെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്, മാന്യതയില്ലേ പറയുന്നുണ്ടോ, ഇതില്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കുക. എന്ത് ചെയ്യാൻ പറ്റും, എന്തെല്ലാം പറഞ്ഞെന്നറിയോ. ഈ അടുത്ത സമയത്ത് ഇത് തന്നെ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ലൈവ് പറഞ്ഞാൽ അതാ കേൾക്കൂല. വെറുതെ നമ്മളെ ഊർലിങ്ങളെ കുറിച്ച് ഖുറാനിൽ പറയുന്ന ഊർലിങ്ങളെ കുറിച്ച് പിന്നെ നമ്മൾ പറയാതെ അല്ല പറഞ്ഞല്ലേ നമുക്ക് പറയേണ്ടത്. പിന്നെ ഊർലിങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഉടനെ ഊർലിങ്ങളെ എടുത്ത് മറ്റവരുടെ അതിനകത്തിട്ട് അതിലിട്ട് ഇതിലിട്ട് മൊത്തം ഇളക്കി മറിച്ച് അളിയാ അമ്മ കൂടെ കിട്ടുവാളിയാ, അമ്മ കൂടെ കൂടാളിയാ, അമ്മ കൂടെ ഉണ്ടെന്നെ കിട്ടുവാളിയാ. ഇതിന്റെ ഒക്കെ കാരണം ഇതിന്റെ സംഘാടകർ വഹിച്ചോണം. പരിശുദ്ധ ഖുർആനും ഹദീസിനെയും മോശമായി ആര് എവിടെ ഏതെല്ലാം ചാനലുകളിൽ അവർ കാണിക്കുന്ന അതിന്റെ ഉത്തരവാദിത്തം ഇത് ഇവിടെ നിന്ന് സംപ്രേഷണം ചെയ്യുന്നവർ, അതിന് സൗകര്യം കൊടുത്തവർ അള്ളാന്റെ മുന്നിൽ സാക്ഷി. ഞാൻ കുറ്റക്കാരനല്ല. ഉള്ള കാര്യം ഞാൻ പറയണത്. ഞാൻ അള്ളാഹുവിന്റെ കലാമ മാത്രം. അതേപോലെ ഈ മണിയർ രഹസ്യം ഒരു വിഷയം പറഞ്ഞു കൊടുത്തു. അതിനകത്ത് സ്ത്രീകളോട് എങ്ങനെ നിങ്ങൾ ശാരീരികമായി ബന്ധപ്പെടണം എന്ന് പഠിപ്പിച്ചു കൊടുത്തു. അത് ഖുർആനിന്റെയും ഹദീസിന്റെയും വീക്ഷണത്തിലാണ് പറഞ്ഞു കൊടുത്തത്. അല്ലാതെ നമ്മൾ ദീനിന്റെ സദസ്സിലെ ഖുർആനിന്റെയും ഹദീസിന്റെയും വീക്ഷണങ്ങളാണ് നമ്മളോട് പറയുന്നത്. അല്ലാതെ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും, ഞാൻ സെക്സോളജിസ്റ്റ് ഒന്നും അല്ല ഈ കറക്റ്റ് എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാൻ. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചത് എങ്ങനെ, അള്ളാഹ് പഠിപ്പിച്ചെങ്ങനെ അത് പഠിപ്പിച്ചു കൊടുത്തു. അത് അതിനകത്ത് എങ്ങനെയാണ് അതിങ്ങനെ മലർത്തി കടത്തി ചരിച്ചു കടത്തി ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്നോട് ചോദിക്കുക അവിടുന്ന്. ഞാൻ പിന്നെ ഖുർആൻ ഹദീസിനകത്ത് മലർത്തി കടത്തി എന്നുള്ളത് പിന്നെ കമത്തി കടത്തി എന്ന് പറയാൻ പറ്റുമോ? അതിനകത്ത് മലത്തിന്ന് കടന്ന് ഞാൻ മലത്തിന്ന് മുസ്തൽഖിയത്തൻ മുൽതജിയത്തൻ എന്നൊക്കെ അറബി ഭാഷയിലുണ്ട്. ചരിച്ച് മലർത്തി ഇങ്ങനെയൊക്കെയാണ് ഹദീസിനകത്ത് വന്നത്. ഞാൻ അതല്ലാതെ പിന്നെ എനിക്ക് വേറെ എങ്ങനെ പറയാൻ പറ്റും? എനിക്ക് വേറെ എന്താ? ഖുർആനിനകത്ത് ഹദീസിലുള്ളത് ഞാൻ പറയാം. എന്റെ മതത്തിന്റെ അനുയായികളോട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ചോദിക്കേണ്ട അവകാശം എന്താ? ഭയങ്കര ചർച്ചകൾ നടന്നു. അതുകൊണ്ട് ഹദീസിനെ എല്ലാം ഇട്ട് അനാവശ്യമായി ചർച്ച ചെയ്താൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അള്ളാഹുവെ ആരാണോ ഇത് സംപ്രേഷണം ചെയ്യുന്നത് അതിന് സൗകര്യം അവരിലേക്ക് വിട്ടേക്കണം. എന്നെ പിടിക്കരുത്. ഞാൻ എന്നോട് ഞാൻ സംസാരിച്ചിരിക്കും ഇൻഷാ അല്ലാഹ്. എനിക്ക് പേടിയൊന്നുമില്ല. ഇങ്ങനെ ആരെയും അള്ളാഹ് അല്ലാതെ ഒരു മനുഷ്യൻ നമ്മൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല. ഇതാണ് പ്രശ്നം. അതുകൊണ്ടാണ് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ. അല്ല നമുക്ക് എന്ത് 10 പേര് വാദം നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. പക്ഷെ നമ്മുടെ ഇസ്ലാമിലെ നിയമങ്ങളെ എടുത്തിട്ട് അനാവശ്യമായിട്ട് ഇട്ട് ഇളക്കുകയാണ് സംഭവം. നമ്മൾ ഏതെല്ലാം രീതിയിൽ കരിവാരിത്തേക്കാൻ പറ്റുമോ അതിനുള്ള വഴികളായി ഇപ്പൊ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അല്ലാതെ നല്ല വശങ്ങളല്ല ചിന്തിക്കുന്നത്, നല്ല വശങ്ങളല്ല. ഒരു സ്ത്രീയുമായുള്ള ശാരീരിക ബന്ധത്തിൽ ഗുദമൈഥുനം പാടില്ല, മലദ്വാരത്തിലൂടെ ഭോഗിക്കാൻ പാടില്ല. അത് നിഷിദ്ധമാണ്, അത് ഹറാമാണ്, അത് പാടില്ല എന്ന് പരസ്യമായി പറഞ്ഞു കൊടുക്കുമ്പോ അതിന്റെ വഴികൾ, അതിന്റെ ന്യൂനതകൾ, അതിന്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം ഇസ്ലാം വിവരിക്കുന്ന എന്താണ് നമ്മൾ പരസ്യമായിട്ട് കൊടുക്കുമ്പോ അത് കറക്റ്റ് അതിന്റെ ഫ്രണ്ടും ബാക്കും എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് മാത്രം എടുത്ത് അങ്ങോട്ടിടും. അതിന്റെ ഫേസ്ബുക്കിൽ ഇട്ട് അലക്കിട്ട് പൊങ്കാല. എന്നിട്ട് എന്നെ എല്ലാവരും വിളിക്കും, നിങ്ങളെ കുറിച്ച് ഭയങ്കര ഫേസ്ബുക്കിനകത്ത് അങ്ങനെ കിടന്ന് ഇങ്ങനെ നടക്കുന്നല്ല. ഞാൻ ഇതൊന്നും ആലോചിക്കാൻ പോകുന്നില്ല. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലായില്ലേ? ഫേസ്ബുക്കിൽ കാണുന്നുണ്ടോ? ഫേസ്ബുക്കിനകത്തുണ്ട്. നമ്മളെ ഇട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ് സംഭവം. നമ്മളിത് വിഷയമല്ല. ഒക്കെ നമ്മൾ അള്ളാഹുലേക്ക് കൂടും. അവന്റെ പണി അവർ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ചർച്ച ചെയ്തിട്ട് അവരങ്ങ് തീർക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്നത് നിങ്ങളോട്. അല്ലാതെ നമ്മൾ ഈ ലൈവ് കൊടുക്കുന്നതിനോട് നമുക്ക് വിരോധമൊന്നുമില്ല, കൊടുത്തോളിയും. പക്ഷെ അതിന്റെ പിന്നിൽ പിന്നെ നമ്മൾ കിടന്ന് പിറകെ കിടന്നോളും. നിങ്ങൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞോടുകൂടി മാസലാമ യാ അല്ലാഹ് നിങ്ങളവിടെ പണിയോട് നിങ്ങൾ ഇനി അടുത്ത വർഷമായാലും ജീവിച്ചിട്ട് ഇവിടെ ഒന്ന് വിളിച്ചോക്കടെ. അബൂബക്കർ മുസ്ലിയാർ ഉണ്ടോ നോക്കട്ടെ. അയാത്തോടുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ വർഷത്തെ പരിപാടിക്ക് ഒന്ന് വരാൻ പറ. ഉസ്താദിനെ എടുത്താനോട്. അല്ലാതെ കണ്ടുപിടി ഇന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിളിക്കുന്ന അടുത്ത വർഷം. അത്രേ ഉള്ളൂ. നമ്മൾ അങ്ങനെ ബന്ധങ്ങൾ അങ്ങനെയാണ്. പരിപാടി കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ സംഭവം. അങ്ങനെയാണല്ലോ. അല്ലാതെ എങ്ങനെയുണ്ട് ഉസ്താദ്? ഇന്നേ വരെ വാല് കഴിഞ്ഞിട്ട് പോയിട്ട് ഉസ്താദ് വീട്ടിലെത്തിയൊന്ന് ഒരു കൗമ പോലും വിളിച്ചു ചോദിച്ചിട്ടില്ല. വർഷം 25 ഞാൻ പ്രസംഗിക്കുന്നത്. പാതിരാ സമയത്ത് വണ്ടി ഓടിച്ചു ഒറ്റയ്ക്ക് ചിലപ്പോൾ ഓടിച്ചു വരും. ഇന്നത്തെ ഈ സാഹചര്യങ്ങളുടെ മനസ്സിലാക്കിയിട്ട് പോലും ഇന്ന് ഒരു കൗമ പോലും ഉസ്താദ് വീട്ടിലെ സുരക്ഷിതത്വം എത്തിയോ റാഹത്ത് ഇന്ന് വിളിച്ചിട്ട് കാര്യമില്ല. പറഞ്ഞോണ്ടാ വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ പറഞ്ഞോണ്ടല്ലേ നിങ്ങൾ വിളിക്കുന്നത്. ഞാൻ കൊണ്ടോട്ടിന്ന് വാത് കഴിഞ്ഞിട്ട് എന്റെ വണ്ടി അപകടത്തിൽ പെട്ടിട്ട് 3 ദിവസം ആശുപത്രി കിടന്നിട്ടല്ലോ ആ ചങ്ങാതിമാര് വണ്ടി തവിട് പൊടിയാ. എന്നിട്ട് പോലും ആ ചങ്ങാതിമാരെ വിളിച്ച് ചോദിച്ചതേ ഇല്ല എന്ത് സംഭവിച്ചു. ഇതാണ് അവസ്ഥ. അപ്പൊ ഇന്നത്തെ പണി കഴിഞ്ഞാൽ നിങ്ങളുടെ പണി കഴിഞ്ഞു. നമ്മൾ കിടന്ന് പിന്നെ പാടെടുക്കണം, പണി എടുക്കണം. മനസ്സിലായില്ല? അതുകൊണ്ട് കുറച്ചൊക്കെ സൂക്ഷിക്കാണ്ട് ഈ പ്രസംഗം നിർത്താൻ തന്നെ പോവാണ്. വെറുതെ ചുമ്മാ ഇതിനെ കിടന്ന് ആടിയും പഴക്കുണ്ടാക്കാൻ.
എൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ പറയുന്നത്. കുറച്ച് ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് അതിൻ്റെതായ ചില വിഷയങ്ങൾ ചില പച്ചയ്ക്കൊക്കെ പറയേണ്ടി വരും. എന്നാലേ ഈ കൗമിന്റെ മനസ്സിൽ കയറുള്ളൂ. അതൊക്കെ ഒന്ന് പറയേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പോൾ ആര് പറഞ്ഞു കൊടുക്കും? അപ്പൊ അന്നേരം നമ്മളിതൊക്കെ ഇച്ചിരി പച്ചയ്ക്ക് പറയുമ്പോൾ ഇതൊക്കെ എടുത്തു വെച്ചിട്ട് പലരും എടുത്തിട്ട് ആവശ്യമില്ലാത്തതൊക്കെ കാണിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. അള്ളാഹു എല്ലാം മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. അപ്പൊ നമ്മുടെ സഹോദരിമാർ, ബഹുമാനമുള്ള സഹോദരിമാരെ, നമുക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്, കുടുംബ പ്രശ്നങ്ങളാണ്. നിക്കാഹിന്റെ സദസ്സിൽ ഒരു ഭർത്താവ് ഒരു നവവരന്റെ കൈക്ക് പിടിച്ച് ആ പെണ്ണിന്റെ പിതാവ് അവരുടെ രണ്ടുപേരുടെ കൈക്ക് ചേർത്ത് പിടിച്ച് പറഞ്ഞു കൊടുക്കുന്നത് എന്തെന്നറിയോ? അതൊന്നും ഈ പുതിയ പെണ്ണിനും കൂടെ പറഞ്ഞു കൊടുക്കണോ, പുതിയ ചെറുക്കനും കൂടെ പറഞ്ഞു കൊടുക്കണം. ക്രിസ്ത്യാനികളെ കണ്ടുപിടിക്കും. 15 ദിവസം ബിഷപ്പ് ഹൗസിൽ പോയിട്ട് എന്താണ് വിവാഹം, വൈവാഹിക ജീവിതം എന്ത് എന്ന് പഠിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടിയെങ്കിൽ ഇവന് കല്യാണം കഴിച്ചു കൊടുക്കുള്ളൂ. 15 ദിവസത്തെ ക്ലാസ് ഉണ്ട്. ബിഷപ്പ് ഹൗസിൽ പോയി പഠിക്കണം എന്താണ് കല്യാണം. അപ്പൊ അവർക്കൊക്കെ തലാഖ് കുറവായിരിക്കും, അറിയുന്നില്ല. നമുക്ക് ഇത് ആര് പഠിപ്പിച്ചിരുന്നുണ്ട്? ഏതെങ്കിലും കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരൻ ഏതെങ്കിലും ഉസ്താദിന്റെ മുന്നിൽ പോയിരുന്നിട്ട് ഒരു 15 ദിവസം ഉസ്താദെ എങ്ങനെ കല്യാണം കഴിക്കേണ്ട ഉസ്താദെ, എങ്ങനെ അതിന്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതിന്റെ തർത്തീബുകളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് ആരെങ്കിലും ഒന്ന് ചോദിച്ചു പഠിച്ചിട്ടാണോ ഈ കല്യാണം കഴിക്കാൻ പോകുന്നത്? ആലോചിച്ചു. കല്യാണം എന്ന് പറഞ്ഞാൽ ഇവന്റെ പരിപാടി എന്താ? ഈ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ശാരീരികമായി ബന്ധപ്പെടാനുള്ള ഒരു സാധനം, ഒരു മിഷൻ, അതാണ് ഈ സാധനം. അങ്ങനെ ധരിച്ചു പോയി. അതാണ് നിക്കാഹ്, കല്യാണം. ഇപ്പൊ ഹനഫി മതം അനുസരിച്ച് അന്നിക്കാഹ് എന്ന് പറഞ്ഞാൽ ശാരീരിക ബന്ധമാണെന്നൊക്കെ ഉണ്ട്, സംഭവം. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അത് എങ്ങനെ, എപ്പോ, ഏതവസ്ഥയില്, ഏതെല്ലാം രീതിയിലാണ്, ഇതൊക്കെ നമ്മൾ പഠിക്കണം. വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ ആരാണ്? അവളുടെ മഹത്വം ആദ്യം പഠിക്കണം. ആ പെണ്ണ് പറയണം ആരാണ് ഭർത്താവ്. ഒരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ അവന്റെ മഹത്വം എന്തൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് വേണം കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ. ഇതൊന്നുമല്ല ചർച്ച. അവനെന്ത് ജോലി, അവൾക്കെന്ത് ജോലി, ഇവനെത്ര വയസ്സ്, അവൾക്കെത്ര വയസ്സ്, ഇവനെന്തൊക്കെ അസുഖം, അവൾക്കെന്തൊക്കെ അസുഖം, അവന്റെ വാപ്പ എവിടെ, അവളുടെ വാപ്പ എവിടെ, ഇവനെത്ര ഏക്കറുണ്ട്, അവൾക്കെത്ര വീടുണ്ട്, ഇവനെത്ര വണ്ടി കിട്ടും, അവൾക്കെത്ര ഓട്ടോറിക്ഷ കിട്ടും. ഇതെല്ലാം ചർച്ച, അല്ലാതെ വേറെ ഏതെങ്കിലും ചർച്ച ഉണ്ടോ? നിക്കാഹ് എന്ന് പറഞ്ഞാൽ എന്താണ് സഹോദര എന്ന് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചാൽ അവൻ എന്ത് മറുപടി പറയും? നമ്മളൊക്കെ ലജ്ജിച്ചു പോയിട്ടുണ്ട്. നിക്കാഹ് നടത്തുമ്പോ ഒരു ചെറുപ്പക്കാരനെ വിളിച്ചിരുത്തി നമ്മളെ നിക്കാഹ് നടത്തുമ്പോ അത് പറഞ്ഞു കൊടുക്കുമ്പോ ആ സീഗ പറയുമ്പോ അതുപോലും ആ ഹർഫ് ഉച്ചരിച്ചുകൊണ്ട് ആ മഖ്റജ് വെളിപ്പെടുത്തിക്കൊണ്ട് പറയാൻ പോലും ഒരു ചങ്ങാതിക്കറിയില്ല. ഇവർക്ക് നമ്മൾ നിക്കാഹ് നടത്തി കൊടുക്കുകയാണ്. പിന്നെ മലയാളത്തിലൂടെ പറഞ്ഞ് എങ്ങനെയെങ്കിലും അങ്ങോട്ട് ഒപ്പീര് കല്യാണം എന്ന് പറയുന്ന പോലെ അവൻ എങ്ങനെയെങ്കിലും ഇതൊന്നും തീർന്നു കിട്ടിയാൽ മതി, അതിനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ഇടയ്ക്ക് ഉസ്താദ് ഈ ആവശ്യമില്ലാത്ത ഇതൊക്കെ ചൊല്ലിക്കൊടുത്ത് ഭയങ്കര ദുആയി നീട്ടിപ്പിടിച്ച് വലിയ ദുആ ഒക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ട്? എന്തിനാ ഉസ്താദ് ഇത്രയൊക്കെ ദുആ? ഞാൻ ചെയ്യാറുണ്ട്. ഇവൻ ആവശ്യമില്ലല്ലോ ഇത്. നമ്മൾ 5-6 പ്രാവശ്യം ശൈത്താനെ ഓടിക്കാൻ ഇതൊക്കെ നമ്മൾ 5-6 പ്രാവശ്യമൊക്കെ ഓതിയിട്ട് അങ്ങോട്ട് വലിയ നീട്ടിപ്പിടിച്ചൊക്കെ ഒരു ദുആ 3 പ്രാവശ്യം അയ്യുഹ സൗജാ ബാറകല്ലാഹു ലകുമാ വബാറക അലൈകുമാ വജമാ ബൈനകുമാ ഫീ ഖൈരിൻ വലുത്ഫിൻ വആഫിയ. എന്താന്ന് പോലും ആ ചങ്ങാതിക്കറിയില്ല. ഈ പറയുന്നത് എടാ ചങ്ങാതി നിനക്ക് വേണ്ടിയാടാ ഈ പറയുന്നത്. 3 പ്രാവശ്യം എടുത്തെടുത്ത് പറയുന്നത് നിനക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അവ ഇഖ്ലാസോടെ ആമീൻ പറയണ്ടേ? ഏയ് പുതിയ മണവാളനെ, പുതുമണവാട്ടി, നിങ്ങളുടെ രണ്ടുപേരുടെയും കുടുംബ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ, ഖൈറുണ്ടാകട്ടെ, നിങ്ങൾക്ക് അല്ലാഹു നല്ല മക്കളെ തരട്ടെ എന്നാ ഇവിടെ ഇരുന്ന് നമ്മള് ദുആ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ മക്കളുണ്ടാവാത്ത കളവന്മാരായിരുന്നു ആമീൻ പറയുന്നത്. ഇവ ആമീൻ പറയില്ല. സംഭവം ചില സ്ഥലത്ത് ഈ മൈക്കിനകത്തൂടെ നിക്കാഹ് നടത്തി കൊടുക്കും. അതും കൂടെ ഇരിക്കുന്നവരൊക്കെ പറയും ഞാൻ ഇഷ്ടംപോലെ കൂടെ ഒരു പെണ്ണിന് എത്ര പേരാ കിട്ടുന്നില്ലേ? പള്ളിയിൽ വെച്ചൊക്കെ നിക്കാഹ് നടത്താൻ കൂടെ ഇരിക്കുന്നവരൊക്കെ പറഞ്ഞൊക്കെ നമ്മളെ ശ്രദ്ധിക്കത്തില്ല. സംഭവം അവരും അതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉസ്താദ് അവിടെ. അപ്പൊ എന്താ 2 അടിസ്ഥാനമാണ് നമ്മൾ കല്യാണം നടത്തി കൊടുക്കുമ്പോ. ഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ.
ഒരു പെണ്ണിനെ നീ ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുക്കാൻ പോവുകയാണ്. വഅഖദ്ന മിൻകും മീസാഖൻ ഗലീളാ. അവർ നിന്നോടെടുക്കുന്ന കരാർ ബലിഷ്ഠമായ കരാറാണ്, ഉടയ്ക്കാൻ പറ്റാത്ത കരാറാണ്. ആ കരാറാണ് നിന്നിൽ നിന്ന് അവരെടുക്കുന്നത്. നിന്നെ വിശ്വസിച്ചാണ് ഈ പെണ്ണിനെ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് ആ രണ്ട് കരാർ എന്തെന്ന് നിനക്കറിയുമോ? ഒന്ന് ഇംസാകും ബിമഅറൂഫ് ഔ തസ്രീഹും ബിഇഹ്സാൻ. ഈ പെണ്ണിനെ നല്ലതുപോലെ നോക്കിക്കൊള്ളാം. അല്ലാഹുവേ, നിന്റെ നാമത്തിൽ ഞാനിതാ പ്രതിജ്ഞ എടുക്കുകയാണ്. എന്റെ ഭാര്യയായി എന്റെ ജീവിതത്തിലേക്ക് എന്നെ വിശ്വസിച്ച് കടന്നു വരുന്ന പെണ്ണ്, അവളെ ഞാൻ പൊന്നുപോലെ സംരക്ഷിച്ചു കൊള്ളാം അല്ലാ. അതാ വാക്ക്. അപ്പൊ അവൾ എന്തെങ്കിലും കുറവ് വന്നാൽ ഇത് അള്ളാഹയോട് കാണിക്കുന്ന വഞ്ചനയാണ്.